കേന്ദ്ര സർക്കാരിനെതിരെ നിരന്തരം കൂരമ്പുകൾ എയ്യുന്ന മെഹുവ മൊയ്ത്ര എന്ന് പറയുന്ന സ്ത്രീ വലിയ രീതിയിൽ പണ്ടൊക്കെ വിവാദത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് സഭയിൽ ചോദ്യം ചോദിക്കാൻ കോഴ മേടിച്ചു എന്നുള്ള ആരോപണങ്ങളൊക്കെ ഇവരെ പിടിച്ചു കുലുക്കിയതാണ്. BJP കുറിച്ച് പറയുമ്പോൾ ഇവരുടെ തലയ്ക്ക് ചുറ്റും നാക്കാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം ഇവർ സുവേന്ദു അധികാരിയുമായി അടുക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ മറ്റൊരു റിപ്പോർട്ട് വരുന്നത് BJP അനുയായികൾ മെഹുവ മൈത്രയ്ക്ക് നേരെ മുട്ടയെറിഞ്ഞു എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. TMCക്ക് നേരെ മുട്ട എറിയുന്നുണ്ട്. പക്ഷേ TMC കഴിഞ്ഞ തവണ അവിടെ വിജയിച്ചു വന്നപ്പോൾ മുട്ടയല്ല എറിഞ്ഞത്, വാളുകൊണ്ട് വെട്ടി ചന്നം ഭിന്നമാക്കിയാണ് BJP പ്രവർത്തകരെ കൊന്നൊടുക്കിയിരുന്നത്. പക്ഷേ അവിടെ BJP ഇവർക്ക് നേരെ മുട്ട എറിയുന്നു എന്നുള്ള ആരോപണമാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ BJP അനുയായികൾ തന്റെ പാർട്ടി ഓഫീസ് ലക്ഷ്യമാക്കി മുട്ടയും വഴുതനങ്ങയും എറിഞ്ഞുവന്ന് തൃണമൂൽ കോൺഗ്രസ് MP മെഹുവ മൊയ്ത്ര ആരോപിച്ചു. ഈ സംഭവത്തിന് ശേഷം പോലീസ് വൈകിയെത്തി നിശബ്ദ കാഴ്ചക്കാരായി തുടരുകയായിരുന്നു അവർ ആരോപിച്ചു. മുട്ടയേറിയൽ പോലുള്ള സംഭവങ്ങളിൽ കൊൽക്കത്ത ഹൈക്കോടതി കർശന നിലപാട് സ്വീകരിക്കുകയും എല്ലാ കേസുകളിലും FIR രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിക്കുകയും ചെയ്ത സമയത്താണ് ഈ കാര്യം വെളിച്ചത്ത് വന്നിരിക്കുന്നത്. പശ്ചിമ ബംഗാളിലെ നാദിയ ജില്ലയിൽ നിന്നുള്ള തൃണമൂൽ കോൺഗ്രസ് MP മെഹുവ മൊയ്ത്ര BJP അനുയായികൾക്കെതിരെയാണ് ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. നാദിയയിലെ കാളിഗഞ്ചിലുള്ള ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് പാർട്ടി ഓഫീസിൽ വെച്ച് തനിക്ക് നേരെ മുട്ടയും വഴുതനങ്ങയും എറിഞ്ഞതായി MP ആരോപിച്ചു. BJP അനുയായികൾ പാർട്ടി ഓഫീസിനെ 3-ാം നില തുടർച്ചയായി ലക്ഷ്യമാക്കി മുട്ടയും വഴുതനങ്ങയും എറിയുന്നുണ്ടെന്ന് അവർ പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വിവരം നൽകുന്നതിനിടെ പോലീസ് വളരെ വൈകിയതാണ് സ്ഥലത്തെത്തിയതെന്നും എന്നാൽ അവിടെ ഉണ്ടായിരുന്നവരും ഫലപ്രദമായിട്ടുള്ള ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നും നിശബ്ദ കാഴ്ചക്കാരായി നിൽക്കുകയായിരുന്നുവെന്നും മെഹുവ പറഞ്ഞു. ക്രമസമാധാന പരിപാലനത്തിന്റെ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിന് പകരം പോലീസ് കാഴ്ചകൾ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നുവെന്നാണ് അവർ ഫേസ്ബുക്ക് ലൈവിൽ ആരോപിച്ചത്. എന്നിരുന്നാലും ഈ സംഭവത്തിൽ ഇതുവരെ BJP ഔദ്യോഗിക പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ന്യൂസ് ഡെസ്ക്.